ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്, ബെലേനോയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം സെയിൽ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എന്താ പറയുക, എല്ലാ മാസവും അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ ബെലേനോയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഡിമാൻഡുള്ളൊരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അതിൻ്റെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ബേസ് മോഡൽ വാഹനം നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് കിടപ്പുണ്ട്. അപ്പം ആരെങ്കിലും ബെലേനോയുടെ ഒരു ബേസ് മോഡൽ വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കാണിച്ചുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്കിവിടെ കൊല്ലത്ത് സാരഥിയിൽ സ്റ്റോക്ക് നമുക്ക് ബേസ് മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നിലവിൽ ഇപ്പോൾ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്, മറ്റുള്ള കളേഴ്സ് നമുക്ക് ഇവിടെ തന്നെ ഫ്രീ സ്റ്റോക്കായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ബേസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തേക്കാമെന്ന് കരുതിയത്. വാല്യൂ ഫോർ മണി തന്നെയാണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. 7,99,000 ഈ വണ്ടിയുടെ ഓൺ റോഡ് വില, എക്സ്ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ഈ മാസം ഏകദേശം ഒരു 40,000 രൂപ ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് കിട്ടും. അതായത് 7,99,000 നിന്ന് 40,000 രൂപ ക്യാഷ് ഓഫറായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ 40,000 രൂപ ക്യാഷ് ഓഫർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സസറീസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അക്സസറീസ് ആകുമ്പോൾ 40,000 അല്ല, 50,000 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്ന അക്സസറീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കൊന്ന് വേണമെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് വേണം, ഒരു ഫോഗ് ലാമ്പ്, അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഈ ഒരു ക്യാഷ് ഓഫർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അത് വേണ്ട, ക്യാഷ് ഓഫർ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെയ്യാവുന്നതാണ്. അത് ഓരോ പേഴ്സണൽ ചോയ്സാണ് അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫറിനെ കുറിച്ച് സംസാരിച്ചു. പിന്നീട് വരുന്നത് എക്സ്ചേഞ്ച് ബോണസാണ്. എക്സ്ചേഞ്ച് ബോണസ് 35,000 രൂപയാണ് നൽകിയേക്കുന്നത്. ഈ 35,000 രൂപ കൂടാതെ മറ്റൊരു ആനുകൂല്യം കൂടി വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ്. ഈ 35,000 രൂപ എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടും. പക്ഷേ നിങ്ങളൊരു 3 വർഷം പഴക്കമുള്ള ഒരു ബെലേനോയോ അല്ലെങ്കിൽ സ്വിഫ്റ്റോ ആണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു 50,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എത്ര, നിങ്ങളിപ്പോൾ ഒരു 3 വർഷത്തെ മുമ്പുള്ള ഒരു സ്വിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കുക, അപ്പോൾ എന്താ ഗുണം? 50,000 രൂപ അവിടെയും കിട്ടുന്നുണ്ട്, കൂടാതെ 35,000 രൂപ വരുന്നത്. അപ്പോൾ 85,000 രൂപയ്ക്ക് അടുത്ത് എക്സ്ചേഞ്ച് ബോണസ് മാത്രം നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊരു സ്വിഫ്റ്റ് വാഹനം വേണം, അതിനൊരു 3 വർഷത്തിനുള്ളിലുള്ള പഴക്കമായിരിക്കണം എന്നെങ്കിലേ അത് കിട്ടുകയുള്ളൂ. പിന്നെ കോപ്പറേറ്റ് ഓഫർ ഒരു 10,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. കോപ്പറേറ്റ് അപ് ടു ആണ്, എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. അത് കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും കോപ്പറേറ്റ് ഓഫറിൽ വരും. ഈ കിടക്കുന്ന വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70-80 റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അത് കുറച്ച് കൂട്ടി പറഞ്ഞേക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അതിൽ കുറച്ച് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. 5 വർഷം 7 വർഷം 8 വർഷം എത്ര വേണമെങ്കിൽ നമുക്ക് ഫിനാൻസ് വെക്കാം. 8 വർഷം വരെ ബജാജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് നിങ്ങളൊരു 80,000 രൂപ അടച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 80,000 രൂപ നിങ്ങൾ അടച്ചു, 8 വർഷത്തെ ഫിനാൻസും വെച്ച് ഒരു 10,300 ആയിരിക്കും EMI വരുന്നത്. ഈ 7 വർഷം മതിയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11,000 റേഞ്ചിലും EMI വരും. എനിക്കൊന്ന് 7 വർഷം ചൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടി എന്നാൽ ചെറിയൊരു എമൗണ്ടിനകത്ത് വേരിയേഷനേ വരുന്നുള്ളൂ. ഒരു വർഷം കൂടെ കിടന്ന് നടക്കേണ്ട കാര്യം. ഇനി 5 വർഷമാണെങ്കിൽ ഒരു 14,280 റേഞ്ചിൽ 14,200 കൂട്ടെ ആ ഒരു റേഞ്ചിലുമാണ് ഇതിൻ്റെ EMI കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺ റോഡ് വില നമ്മൾ പറഞ്ഞു, ഓഫർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഡൗൺ പേയ്മെൻറ്റും ഏകദേശം ഒരു EMI നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഈ നിലവിലിപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ നിലവിൽ അക്സസറീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഫോഗിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗ്രില്ലിൽ ഇപ്പോൾ എന്തെങ്കിലും ക്രോം എലമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബേസ് മോഡലാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ടേൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഗ്രില്ല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിലാണ് ഗ്രില്ലും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പവും വരുന്നുണ്ട്. ഫോഗിലാം വരുന്നതിൽ ഓൾറെഡി ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ഓൺ ചെയ്ത് ഷോറൂമിൽ തന്നെ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്യാഷ് ഓഫർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അക്സസറീസായിട്ട് ചൂസ് ചെയ്യാം. അത് ഫോഗിലാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നത് പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം എയറിൻ്റെ കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ടും നൽകിയിട്ടുണ്ട്. അപ്പം ഒരു ഫ്രണ്ട് പോർഷനിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം ക്യാരക്ടർ ലെൻസൊക്കെ ആയിട്ട് സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റും. അവിടെ തന്നെ സൈഡിലേക്ക് ഒരു സമയത്ത് ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്തും ഇതൊരു ബേസ് മോഡലാണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒന്നുമല്ല, വീൽ കപ്പ് ഇട്ടിട്ടില്ല, അതുമല്ല ഒരു സിൽവർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ഫിനിഷ് അല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനായിട്ടാണ് ടേൽ ഇൻഡിക്കേറ്റർ വരുന്നത്. മിററിലേക്ക് വരുന്ന സമയത്ത് ബോഡി കളറല്ല, ബ്ലാക്ക് കളർ തീമിലാണ് മിററും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. അതേപോലെ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ടേൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മിററിൽ വരുന്നില്ല, അത് ഫ്രണ്ടിലാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു. അവിടെ തന്നെ ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അപ്പോഴോ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. 185/65 R15 ആണ് വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിലേക്ക് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു മിറർ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ബോഡി കളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഇറക്കാവുന്നതാണ്. അതേപോലെ ഡോർ ഹാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ ബോഡി കളറായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. ഇപ്പോൾ സൈഡ് പോർഷനിൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഒരുപാട് ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളൊന്നും സൈഡ് പോർഷനിലായിട്ട് വരുന്നില്ല. ജസ്റ്റ് ലെങ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3,990 mm ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. 1,745 mm വിക്ത് വരുന്നുണ്ട്. 1,500 mm ഹൈറ്റും 2,520 mm വീൽ ബേസും 318 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എത്രയാണെന്നുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm നമുക്ക് വരുന്നുണ്ട്.
റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് സെൻസർ നൽകിയിട്ടുള്ളത് കാണാം. LED ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്, ഡീഫോഗർ ലൈൻ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഷാർഫിൻ ആൻറ്റിന അല്ല നോർമൽ വരുന്ന ആൻറ്റിന യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് അത് ഷാർഫിൻ ആൻറ്റിന മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആക്സസറീസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ബെലേനോട് ബ്രാൻഡിങ് വരുന്നുണ്ട്, അതേപോലെ സുസുക്കിയുടെ ലോഗോയും വേറെ കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. നിങ്ങൾക്കത് ആക്സസറീസ് ആയിട്ട് ആഡ് ഓൺ ആയിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 60-40 സ്പ്ലിറ്റിങ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് സീറ്റ് സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. പാർസൽ ട്രേ വരുന്നില്ല, അത് നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബൂട്ട് സ്പേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഓൾറെഡി സൈഡ് പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് നമ്മൾ സംസാരിച്ചത് 318 ലിറ്റർ ആയിരുന്നു ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നത്. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം. അതിൻ്റെ സ്പെയർ വീൽ പ്ലേസ് ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്, അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി വരുന്നതാണ്. ജസ്റ്റ് ഇനി അകത്തേക്കൊന്ന് കയറാം. അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ കീ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡിലേക്ക് നോക്കേ, അതിൽ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് ഓപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളത് കൈകൊണ്ട് വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ഫിക്സഡായിട്ട് മാത്രമേ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്കത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആക്സസറീസ് ആയിട്ട് ഷോറൂമിൽ തന്നെ ചെയ്യാൻ കിട്ടും. എനിക്കൊരു 10-15 അത്രയും കണ്ടാണ് അവർക്ക് കോസ്റ്റ് വരുന്നത്. ആവശ്യമായി നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല അതിനൊരു ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് സ്റ്റിയറിംഗ് കുറച്ചുകൂടി താത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമാൻഡിങ്ങാനുള്ള പൊസിഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. കുറച്ച് അകലം സ്പേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഫ്യൂലും ഫ്രണ്ടിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒക്കെ കൺട്രോൾസ് ഒക്കെയാണ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ തീം. ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ടോപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷും ആണ്. ഇവിടെ ഒരു നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് ബ്ലൂ പോലെ തോന്നിക്കുന്ന ഒരു കളർ തീം ആണ് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ട്. അപ്പോൾ കളർ തീമൊക്കെ ഉള്ള ബേസ് മോഡലാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പോരാമോ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല എന്നൊരു പോരാമോ നമുക്ക് തോന്നും. ആ സ്റ്റിയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് തന്നെ മേടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇൻഫോർമേഷൻ സിസ്റ്റം എന്തായാലും നമുക്ക് ചെയ്യണം, അത് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെ. ആ സമയത്ത് ജസ്റ്റ് റിവേഴ്സ് ക്യാമറ കൂടി ആഡ് ഓൺ ആയിട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് പറയാനായിട്ട്. ക്ലസ്റ്ററിലേക്ക് ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബെലേനോ ടോപ്പിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനകത്ത് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു എന്താ പറയുക ക്ലസ്റ്റർ യൂണിറ്റ് തന്നെ വരുന്നുണ്ട്. സുസുക്കിയുടെ ലോഗോ സെൻട്രൽ പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. AC-യിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനത്തിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ കമ്പനി നൽകിയത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു എന്താ പറയുക ബേസ് മോഡലിൽ തന്നെയും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയത് കൊള്ളാം. 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് അവിടെയായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക വേറെ കണക്ടിവിറ്റി കാര്യങ്ങളൊന്നും അവിടെ വരുന്നത്, അതായത് ഓക്സ്, USB തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഇൻഫോർമേഷൻ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഫോണും കാര്യങ്ങളും അവിടെ വെക്കാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. ആംറസ്റ്റ് വരുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. മോശമില്ലാത്ത രീതിയിൽ സ്പേസും കാര്യങ്ങളും ഗ്ലോ ബോക്സിന് വരുന്നുണ്ട്. സീറ്റിന് ഒരു കളർ തീമ കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്, ചെറിയ ലൈനിങ് കാര്യങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് തന്നെയാണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ മിറർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾഡറും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു ബെലേനോയുടെ ബേസ് മോഡൽ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് 12 വാട്ട്സിൻ്റെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു പോരായ്മയായിട്ട് തോന്നി എന്താണ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അതുകൂടി എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക. വേറെ പോരായ്മകളൊന്നും എനിക്ക് തോന്നിയില്ല. നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെ. അപ്പോൾ പിന്നെ റിയർ സീറ്റ്, ഈ ഒരു സീറ്റ് മാക്സിമം നമ്മുടെ പുറകിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ടിന് ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടോട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്പേസ് ഒന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു കംഫർട്ട് ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടോണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാം. ഇനി നമുക്ക് എത്ര സ്പേസ് പുറകിൽ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു സമയത്ത് നടത്തോളം സ്പേസ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ പുറകിലേക്ക് ഇട്ട് ഇരിക്കാൻ കഴിയുന്നതാണ്. 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3ഉം അഡ്ജസ്റ്റബിൾ തന്നെയാണ് വാഹനത്തിൽ വരുന്നത്. റിയർ AC വെൻ്റ് ഇല്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെയും ഒരു ചാർജിങ് സോക്കറ്റുമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ആ സ്പേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് കൊള്ളാം. തൈ സപ്പോർട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട്. മോശമല്ലാതെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ പറയാം. ഡോർ പാഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസും പവറിൻ്റെ കൺട്രോളും പിന്നെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇവിടെ എല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. വേറെ ക്രോം എലമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ നേരെ എഞ്ചിൻ്റെ സ്പെക്കിലേക്ക് പോകാം. 1.2 ലിറ്ററാണ് ഇതിനകത്ത് എഞ്ചിൻ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. പെട്രോളിലും CNGയിലും നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പെട്രോൾ മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ,
1.2 ലിറ്റർ 4 സിലിണ്ടറും കൂടിയാണ് വാഹനത്തിനകത്ത് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഏകദേശം കരുത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 89 HP കരുത്ത് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഏകദേശം ഒരു 113 Nm ടോർക്കിനടുത്ത് വരുന്നുണ്ട്. 24 സംതിങ് മൈലേജും ഈ വാഹനത്തിന് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. ആ ഒരു എഞ്ചിൻ റൂമിന് അടിയിലായിട്ട് അത്യാവശ്യം കവറിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാൻ. ഇൻസുലേഷനും കാര്യങ്ങളും നൽകിയിട്ടുമുണ്ട്. പെട്രോൾ വാഹനമാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്, 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നൊരു വാഹനം കൂടിയാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്വിഫ്റ്റൊക്കെ പോയാൽ 3 സിലിണ്ടർ വരുന്നുള്ളൂ. അപ്പോൾ ചിലതൊക്കെ അതൊരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, ബലേനോ എടുക്കുന്നവർക്ക് 4 സിലിണ്ടർ എഞ്ചിൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.